ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ചിപ്പി വെച്ചിട്ടുള്ളൊരു തോരനാണ്. നമ്മൾ ചിപ്പിയൊക്കെ വാങ്ങിച്ച സമയത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ചിപ്പി ഉണ്ടായിരുന്നുണ്ട്. തീരെ കുഞ്ഞല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിപ്പി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയുള്ളി വേണം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കാന്താരി മുളക് എടുക്കാം. ഇനി ഇതാ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണോളം കടുക് ചേർത്തെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു തണ്ടോളം കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഇതാ ഒരു 3/4 കപ്പോളം ചെറിയുള്ളിയാണ് ക്ലീൻ ചെയ്ത് നീളത്തിലൊന്ന് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു 2 കപ്പുണ്ട് ഏകദേശം ആ ഒരു ചിപ്പി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേസ്റ്റും ഇതൊക്കെ നന്നായിട്ടൊന്ന് കളയണേ. അതുപോലെ തന്നെ 2-3 തവണ കഴുകിയെടുക്കണം. കാരണം ഇതിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു മണ്ണ് കാണും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 2 കപ്പുണ്ട്. അളന്ന് നോക്കുന്ന സമയത്ത് അത് അത്രയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം. നല്ല രീതിയിൽ നമ്മൾ കഴുകിയതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പിൻ്റെ അംശം ഒട്ടും തന്നെയില്ല. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകി ഇതിലോട്ട് 3/4 കപ്പോ 1 കപ്പോ എടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളിയും, 2 കാന്താരി മുളകാണ്, വെള്ള കാന്താരി മുളകാണ് എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ എടുത്തത്. അതും പിന്നെ അതുപോലെ തന്നെ ഒരു 1-1.5 ടീസ്പൂണോളം മുഴുവൻ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടും കൂടെ അതിൽ എൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ തന്നെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അടപ്പൊന്ന് മാറ്റി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. അതായത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ്. പുട്ട് ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പുട്ടിൻ്റെ കൂടെ ബെസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മരിച്ചിനി വേവിച്ചിട്ടേ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു ചിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായിരുന്നാലും ഈ ഒരു സീസൺ തീരുന്നതിന് മുന്നേ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു മസാലയുടെയൊക്കെ ഒരുപാട് ഫ്ലേവറും ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു ചിപ്പിയുടെ യഥാർത്ഥ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ, ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ. എന്നിട്ട് ഇത് അവസാനം ഇതിലേക്ക് വീണ്ടും ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ഒരു തോരനൊക്കെ ഇരുന്നൊന്ന് തണുത്തൊന്ന് സെറ്റ് വരുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾറെഡി നേരത്തെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു, പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റുമായിരുന്നല്ലോ. പിന്നെ ലഞ്ചൊക്കെ ഞാൻ രാവിലെ തന്നെ മോന് സ്കൂളിൽ ചോറ് കൊടുത്തു വിടാനുള്ളതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു തോരൻ ഞാൻ വെച്ചാൽ നമുക്കൊരു റെസിപ്പി വേണം, ഒരു വീഡിയോ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഞാനതാ ഇന്നും മട്ടയരി ചോറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതാ മട്ടയരി ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നെത്തോലി മീനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കൊടുത്തുവിടാൻ വേണ്ടി തയ്യാറാക്കിയതാണ് അതൊക്കെ. പിന്നെ നമ്മുടെ ഇപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചിപ്പി തോരനും, പിന്നെ രാവിലെ പൊരിച്ചിട്ടുള്ള ഒരു നെത്തോലി മീൻ ഫ്രൈയും, പിന്നെ ക്യാബേജ് തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതും, പിന്നെ സാമ്പാറുണ്ടായിരുന്നു. രാവിലെ വെച്ച് തന്നെയാണ് കേട്ടോ സാമ്പാർ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്, കഴിക്കാൻ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു ചിപ്പിത്തോരൻ പുട്ടിൻ്റെ കൂടെയും മരിച്ചിനി വേവിച്ചതിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി വൈകിട്ടത്തെ ആ ഒരു ചായ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് എന്തെങ്കിലും സ്നാക്സ് തയ്യാറാക്കണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു. ഇതിനിപ്പോൾ ഇന്നും കൂടെ കഴിഞ്ഞാൽ ഡേറ്റ് തീർന്നു, നാളെ കളയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് ഇതെടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ നേരം നമ്മൾ സാധാരണ മാവിൽ മുക്കി പൊരിച്ചെടുക്കില്ല, ആ ഒരു സെയിം ഇതാണ്. ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ബജിക്കുള്ള മാവ് തയ്യാറാക്കിയിട്ട് അതിൽ മുക്കിയും വേണമെങ്കിലും പൊരിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പഴം പൊരിക്കൊക്കെ തയ്യാറാക്കി എടുക്കില്ല ആ ഒരു ബാറ്റർ, അതിൽ വേണമെങ്കിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ നമ്മുടെ പേജിൽ മുന്നേ ഇട്ടിട്ടുണ്ട്, ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളേ. അപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് മൈദാമാവും, അരിപ്പൊടി, പഞ്ചസാര, കുറച്ച് സോഡാപ്പൊടി, കുറച്ച് ഫുഡ് കളറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ കേട്ടോ. ഞാൻ ഒരിക്കലും പറയില്ല അതൊക്കെ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളത്. ജസ്റ്റ് ഒരു ക്യാമറ ഒരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചേർത്തതാണ്, വീഡിയോ കാണാൻ വേണ്ടിയിട്ടൊരു ഭംഗിക്ക്. അപ്പോൾ ഇതാ അത്രയും കൂടെ ചേർത്തിട്ട് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച മാവുണ്ട്. അരമണിക്കൂർ മുന്നെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതാ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ആ ഒരു ബ്രെഡിൻ്റെ ഓരോ പീസസായിട്ട് ആ ഒരു ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും.
അപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് ആയി വരുന്ന സമയത്ത് തിരിച്ചു വെച്ചെടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കണേ. ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ നമ്മൾ പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ തണുത്തിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്, ചൂടോട് കൂടി കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അതിനുള്ളിലുള്ള ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു മാവുണ്ടല്ലോ ഒരു ബാറ്റർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദാമാവ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അരിപ്പൊടി ചേർക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് നല്ലൊരു തിക്ക് ബാറ്റർ ആയിട്ട് എടുക്കാം. അപ്പോൾ അതാ പാല് ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ ബ്രെഡൊക്കെ ഒന്ന് ഞാൻ ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഒരു നല്ലോണം പഴുത്തൊരു ഏത്തപ്പഴം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഞാൻ ഒന്ന് ഈ ഒരു മാവിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് കൂടെ റെഡിയാണ്. ആ ഒരു ബ്രെഡ് പൊരിച്ചതും പിന്നെ പഴംപൊരി. വൈകിട്ടത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുണ്ടല്ലോ മാവ് അരയ്ക്കാനുണ്ടായിരുന്നു നാളത്തേക്ക് വേണ്ടിയിട്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ. ഉഴുന്നും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് ചോറും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് അരച്ച് വെക്കുന്നതാണ്. ഒരു ദോശമാവൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചൊന്ന് മാറ്റി വെച്ചിട്ട് മുറ്റം ഒന്ന് അടിക്കാനുണ്ടായിരുന്നേ. നമ്മൾ ഇവിടെ മരമൊക്കെ ഉള്ളതുണ്ട്, എപ്പോഴും ഇങ്ങനെ ചവറ് വീണുകൊണ്ടിരിക്കും. രാവിലെ വൈകിട്ടും തൂത്താനും പിന്നെയും വീണ്ടും ഇങ്ങനെ ചവറ് വീണുകൊണ്ടിരിക്കും. അതിപ്പോൾ എന്നും ചെയ്യുന്നൊരു മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി തീയിടണം, പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണം. ഇതൊക്കെയാണ് ഒരു വൈകിട്ടത്തെ ആ ഒരു ജോലി എന്ന് പറയുന്നത്. ഇതൊക്കെ എന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഡെയിലി വ്ളോഗിലോട്ടൊന്ന് പോകത്തേട്ടോ. ഞാൻ അതുപോലെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കിതിലിങ്ങനെ സംസാരിച്ച് വീഡിയോ ഇടാനായിട്ട് വലിയ താല്പര്യമില്ല. പക്ഷേ ഞാൻ അതിനേക്കാളും ചെറിയ റീൽസായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പം അതെനിക്കിഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാട്ട് കെട്ടിയിടുമ്പം അതൊരു വേറൊരു ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഒരു വീട്ടമ്മയെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണല്ലോ കുറച്ച് പണി. വൈകിട്ട് നമ്മുടെ ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു റെസിപ്പിയും വീഡിയോയും പിന്നെ ഈ ഒരു കുഞ്ഞു വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.